ഇടതുപക്ഷവാദികൾ ഈയിടെയായി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണ് ഗാന്ധിജിയുടെ രാമനല്ല അയോധ്യയിലെ രാമൻ എന്നുള്ളത്. മഹാത്മാഗാന്ധി ആരാധിച്ചിരുന്ന രാമനെ തള്ളാനും വയ്യ, സംഘപരിവാർ നേതൃത്വത്തിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച രാമനെ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഉള്ളത്. ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് നടൻ ഹരീഷ് പെരടി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഗാന്ധിജിയുടെ പേരിൽ ഇപ്പോൾ വേറെ ഒരു രാമനെ ഉണ്ടാക്കുന്നവർ കാണിക്കുന്നത് ഒരു ശകുനിതന്ത്രമാണെന്ന് ഹരീഷ് പെരടി കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഒരേ ഒരു രാമൻ മാത്രമേ ഉള്ളൂ, അത് രാമായണത്തിലെ രാമനാണ്. ഗാന്ധിജി വിളിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും ആ രാമനെ തന്നെയായിരുന്നുവെന്നും ഹരീഷ് പെരടി വ്യക്തമാക്കി. ഹരീഷ് പെരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഒരേ ഒരു രാമനേ ഉള്ളൂ, രാമായണത്തിലെ രാമൻ. രാമഭക്തരായ സകല ദൈവവിശ്വാസികളും മഹാത്മാവായ ഗാന്ധിജിയും ആ രാമനെയാണ് വിളിച്ചതും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി ഗാന്ധിജിയുടെ പേരിൽ പുതിയ രാമനെ ഉണ്ടാക്കുന്നത് രാമനെയും ഗാന്ധിജിയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശകുനിതന്ത്രം മാത്രമാണ്. പിടിവള്ളി നഷ്ടപ്പെട്ട നാലാം മതത്തിന്റെ അവസാന പിടച്ചിൽ മാത്രം. രാമനില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് മാത്രം. രാം നാം സത്യഹേ എന്ന് എല്ലാ അവിശ്വാസികളും ഉറക്കെ ചൊല്ലുന്നു. ഇതായിരുന്നു ഹരീഷ് പെരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.